കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ സബ്സ്പേസ് എന്താണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുപോലെ സബ്സ്പേസുകളുടെ ഇൻ്റർസെക്ഷൻ എടുത്തു കഴിഞ്ഞാൽ സബ്സ്പേസ് ആണെന്നുള്ളത് പ്രൂവ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഓക്കെ, ഇതിൽ തിയറം പറയുന്നത് എന്താ? ഇൻ്റർസെക്ഷൻ ഓഫ് എനി സെറ്റ് ഓഫ് സബ്സ്പേസസ് ഓഫ് എ വെക്ടർ സ്പേസ് വി ഈസ് എ സബ്സ്പേസ് ഓഫ് വി എന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ടാൾക്കാരുടെ ഇൻ്റർസെക്ഷൻ എന്നുള്ളതല്ല ഉദ്ദേശിക്കുന്നത്. എത്ര ആളായാലും കുഴപ്പമില്ല, സബ്സ്പേസുകളുടെ ഇൻ്റർസെക്ഷൻ എന്താവുമെന്നാണ് പറയണത്? സബ്സ്പേസ് ആവുമെന്നാണ് പറയുന്നത്. ഓക്കെ, സോ പ്രൂവ് ചെയ്യാൻ എളുപ്പമാണ്, ഒന്നും അധികം കാര്യങ്ങളും ചെയ്യാനില്ല. സബ്സ്പേസ് ആണെന്ന് കാണിക്കാൻ നമ്മൾ എന്താ ചെയ്യുക? ഫോർ എവരി യു കോമ വി യു പ്ലസ് വി ഉണ്ടെന്നും കാണിക്കും, ആൽഫ ഇൻറ്റു യു എന്നുള്ളതും ഉണ്ടെന്ന് കാണിക്കും അല്ലേ. ഓക്കെ, ലെറ്റ് ഒമേഗ ബി എനി നോൺ എംപ്റ്റി കളക്ഷൻ ഓഫ് സബ്സ്പേസസ് ഓഫ് ദി വെക്ടർ സ്പേസ് വി ആൻഡ് ടി ബി ദെയർ ഇൻ്റർസെക്ഷൻ. സോ നമ്മൾ ഇൻ്റർസെക്ഷൻ ഡിഫൈൻ ചെയ്യണം ആദ്യം. ടി ഈക്വൽ ടു ഇൻ്റർസെക്ഷൻ എസ് എലമെൻറ്റ് ഓഫ് ഒമേഗ എസ് എന്ന് പറഞ്ഞ അർത്ഥം ഉദ്ദേശിക്കുന്നത് ഒമേഗേനകത്തുള്ള എല്ലാ സബ്സ്പേസുകളും എടുത്തിട്ട് അതിൻ്റെ എല്ലാം കൂടി എന്തെടുക്കുക? ഇൻ്റർസെക്ഷൻ എടുക്കുക അല്ലേ. എല്ലാ സബ്സ്പേസിലും ഓട്ടോമാറ്റിക്കലി ആരുണ്ടാവും? വെക്ടർ സ്പേസ് ആണെങ്കിൽ വെക്ടർ സ്പേസിനകത്ത് 0 എന്ന് പറഞ്ഞ എലമെൻറ്റ് ഉറപ്പായിട്ടും ഉണ്ടാവും അല്ലേ. അപ്പോൾ എല്ലാ എസിനകത്തും ആരുണ്ടാവും? 0 എന്ന് പറഞ്ഞ എലമെൻറ്റ് ഉണ്ടാവും. സോ എല്ലാ ഇൻ്റർസെക്ഷൻ എടുത്താലും എന്തുണ്ടാവും? 0 എന്ന് പറഞ്ഞ എലമെൻറ്റ് ഉണ്ടാവും. ദറ്റ് മീൻസ് 0 എന്ന് പറഞ്ഞ എലമെൻറ്റ് ഉറപ്പായിട്ടും ഉണ്ട്. അതുകൊണ്ട് ഇൻ്റർസെക്ഷൻ ഒരിക്കലും എന്താവില്ല? എം ടി ആവില്ല. ദാറ്റ് ഈസ് ടി ഈസ് എ നോൺ എം ടി സബ്സെറ്റ് ഓഫ് വി. ഓക്കെ, ഇനി യുവും വിയും ടിയിലുണ്ടെന്ന് വിചാരിക്കുക. യുവും വിയും ടിയിലുണ്ടെങ്കിൽ അർത്ഥം എന്താ? യുവും വിയും ടിയിലുണ്ടെങ്കിൽ ഇൻ്റർസെക്ഷനിലുണ്ട് അല്ലേ. ദാറ്റ് മീൻസ് എന്തിലുണ്ട്? യുവും വിയും എല്ലാ ഇൻ്റർസെക്ഷനിലെ എലമെൻസിലും ഉണ്ട് അല്ലേ. ദാറ്റ് മീൻസ് അതിൻ്റെ അർത്ഥം എന്താ? യു പ്ലസ് വി എടുത്തു കഴിഞ്ഞാൽ യു കോമ വി ബിലോങ്സ് ടു എസ് ഫോർ എവരി എസ് എലമെൻറ്റ് ഓഫ് ഒമേഗ അല്ലേ. അപ്പോൾ ഇങ്ങനെ എടുത്താൽ ഓട്ടോമാറ്റിക്കലി യു പ്ലസ് വി എവിടെ ഉണ്ടാവും? എസ്സിൽ സമ്മിലുണ്ടാവും അല്ലേ. ദാറ്റ് ഫോർ എവരി എസ് എലമെൻറ്റ് ഓഫ് ഒമേഗ. ദാറ്റ് മീൻസ് എവിടെയുണ്ട് യു പ്ലസ് വി? നമ്മുടെ ഇൻ്റർസെക്ഷൻ എസ് എലമെൻറ്റ് ഓഫ് ഒമേഗ എസ്സിലുണ്ട്. ദാറ്റ് മീൻസ് ടിയിലുണ്ട്. സിമിലിയർലി യു എലമെൻറ്റ് ഓഫ് ടി ആണ്, ഇൻ്റർസെക്ഷൻ എസ് എലമെൻറ്റ് ഓഫ് ഒമേഗ ആണെങ്കിൽ പ്രൊഡക്റ്റ് എടുത്താലും എന്തുണ്ടാവും? സ്കലാർ പ്രൊഡക്റ്റ് എടുത്തു കഴിഞ്ഞാൽ മൾട്ടിപ്ലൈ എന്തിട്ട് ഓട്ടോമാറ്റിക്കലി ആൽഫ യു എന്ന് പറഞ്ഞ എലമെൻറ്റ് എന്തുണ്ടാവും? എസ്സിൽ ഉണ്ടാവും അല്ലേ. ആൽഫ യു എവിടെ ഉണ്ടാവും? എസ്സിൽ ഉണ്ടാവും അല്ലേ. ആൽഫ യു എസ്സിൽ ഉണ്ടെങ്കിൽ ഫോർ എവരി എസ് എലമെൻറ്റ് ഓഫ് ഒമേഗയിൽ ഉണ്ടാവും. ദാറ്റ് മീൻസ് ഇൻ്റർസെക്ഷൻ എസ് എലമെൻറ്റ് ഓഫ് ഒമേഗ എസ്സിൽ ഉണ്ടാവും. ദാറ്റ് മീൻസ് എവിടെ ഉണ്ടാവും? ഓട്ടോമാറ്റിക്കലി ടിയിലുണ്ടാവും. സോ രണ്ട് കണ്ടീഷൻ ഹോൾഡ് ചെയ്യുന്നതുകൊണ്ട് ഇൻ്റർസെക്ഷൻ ഓഫ് എന്താണ്? സബ്സ്പേസസ് എന്ത് ഫോം ചെയ്യും? അഗെയിൻ സബ്സ്പേസ് ആവും. ഫോർ ആർബിട്രറി ആയാലും പറയാണ്. ഓക്കെ, തിയറം തൊട്ട് മുമ്പത്തെ അതിൽ എക്സാമ്പിളിൽ പ്രൂവ് ചെയ്തിട്ട് രണ്ടാൾക്കാരുടെ ഇൻ്റർസെക്ഷൻ സബ്സ്പേസ് ആവുന്നതാണ്. ഇവിടെ പറഞ്ഞിട്ടുള്ള എന്താ? എത്ര സബ്സ്പേസ് ഉണ്ടായിക്കോട്ടെ അവരുടെ ഇൻ്റർസെക്ഷൻ എടുത്തു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക് എന്ത് ഫോം ചെയ്യും? അത് ഒരു സബ്സ്പേസ് ആവുന്നതാണ് പ്രൂവ് ചെയ്തത്. ഓക്കെ, and hence T is closed with respect to addition and scalar multiplication induced from V as so is a subspace of V. Okay, as seen earlier, the union of any collection of subspaces of a vector space need not be subspace of V. അത് നമ്മൾ കണ്ടു already. U ഒരു സബ്സ്പേസ് ആണ്, W ഒരു സബ്സ്പേസ് ആണ്. U യൂണിയൻ W എന്താവണമെന്നില്ല, സബ്സ്പേസ് ആവണമെന്ന് നിർബന്ധം ഇല്ല. Now suppose that we are given a subset S of a vector space with no restrictions so that S may be empty if we wish. The collection omega of all subspaces of V that contains S is not empty. For clearly എന്താ എസ് നമ്മൾ എടുക്കാന്ന് പറഞ്ഞാൽ എസ് എന്നൊരു സബ്സെറ്റ് എടുക്കുകയാണ്. അതെന്തോ ആയിക്കോട്ടെ, എസ്സിനെ കണ്ടെയ്ൻ ചെയ്യുന്ന രീതിയിലുള്ള സബ്സ്പേസുകൾ എടുക്കണം വിയുടെ. ഉറപ്പായിട്ട് ആരുണ്ടാവും? വിയുടെ തന്നെ സബ്സ്പേസ് ആണ് വി എന്ന് പറയണത് അല്ലേ. ഉറപ്പായിട്ടും അപ്പോൾ വി അതിനെ കണ്ടെയ്ൻ ചെയ്യും. ഇനി അങ്ങനെ എല്ലാ ആൾക്കാരുടെയും കൂടി ഇൻ്റർസെക്ഷൻ എടുക്കുക. അപ്പോൾ എന്ത് കിട്ടും? എസ്സിനെ കണ്ടെയ്ൻ ചെയ്യുന്ന ഒരു സ്മോളസ്റ്റ് ആയിട്ടുള്ള സബ്സ്പേസ് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും അല്ലേ. ദിസ് ഇൻ്റർസെക്ഷൻ ഈസ് ദെയർഫോർ ദ സ്മോളസ്റ്റ് സബ്സ്പേസ് ഓഫ് വി ദാറ്റ് കണ്ടെയ്ൻസ് എസ്. വി ഷാൾ ഡിനോട്ട് ഇറ്റ് ബൈ ദ സബ്സ്പേസ് ജനറേറ്റഡ് ബൈ എസ്. ഓക്കെ, ഇതാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അതായത് ഒരു സെറ്റ് എടുക്കുകയാണ്. ആ സെറ്റിനെ കണ്ടെയ്ൻ ചെയ്യുന്ന സ്മോളസ്റ്റ് എന്ത് കണ്ടുപിടിക്കണത്? സ്മോളസ്റ്റ് സബ്സ്പേസ് കണ്ടുപിടിക്കണത്. എങ്ങനെ കണ്ടുപിടിക്കുക? എസ്സിനെ കണ്ടെയ്ൻ ചെയ്യുന്ന എല്ലാ സബ്സ്പേസുകളും എടുക്കുക. ആ സബ്സ്പേസുകളുടെ എല്ലാം കൂടി എന്തെടുക്കുക? ഇൻ്റർസെക്ഷൻ എടുക്കുക. അപ്പോൾ എല്ലാത്തിനകത്തും ആരുണ്ട്? എസ് ഉണ്ട്. അപ്പോൾ ഇൻ്റർസെക്ഷൻ എടുക്കുമ്പോൾ ഓട്ടോമാറ്റിക്കലി അതിനകത്ത് ആരുണ്ടാവും? എസ് ഉണ്ടാവും. മാത്രമല്ല സബ്സ്പേസുകളുടെ ഇൻ്റർസെക്ഷൻ എന്താണ്? ഒരു സബ്സ്പേസ് ആണ്. അപ്പോൾ ഏറ്റവും സ്മോൾ ആയിട്ടുള്ള ആളെ കിട്ടുകയും ചെയ്തു, അതിനകത്ത് എസ് ഉണ്ടാവുകയും ചെയ്യും. ഓക്കെ, എന്തൊക്കെയാണ് പറഞ്ഞിട്ടില്ലേ? പ്രൂവ് ദാറ്റ് R3 സെറ്റ് ഓഫ് ഓൾ 3 ടപ്പിൾസ് ഓഫ് റിയൽ നമ്പേഴ്സ് വെക്ടർ സ്പേസ് ഓവർ R. നമ്മൾ ഓൾറെഡി n ടപ്പിളിൻ്റെ പ്രൂവ് ചെയ്തിട്ടുണ്ടായിരുന്നു അല്ലേ. അപ്പോൾ 3 ടപ്പിളിൻ്റെ ചെയ്യുമ്പോൾ എന്താണ്ടാവുക? ആകെ ഒന്നുമില്ല. 3 ടപ്പിൾ എടുക്കുമ്പോൾ ഇങ്ങനെ എലമെൻറ്റ് എടുക്കാമെന്ന് മാത്രമല്ലേ. x1 x2 x3 എന്ന് പറഞ്ഞാൽ എലമെൻറ്റ് എടുക്കുക. എന്താ ഈ xi എന്ന് പറഞ്ഞാൽ എവിടെ നിന്ന് എടുക്കണം? റിയൽ നമ്പേഴ്സ് നിന്ന് എടുക്കണമാണ്. ഓക്കെ, അടുത്ത എന്താ? പ്രൂവ് ദാറ്റ് R5 സെറ്റ് ഓഫ് ഓൾ n ടപ്പിൾസ് ഓഫ് റിയൽ നമ്പേഴ്സ് വെക്ടർ സ്പേസ് ഓവർ R അല്ലേ. അത് n ആൾക്കാരുടെ x1 x2 x3 x4 x5 വരെ എടുക്കും അല്ലേ. Show that set of all 2 cross 2 matrix of real numbers is a vector space over R.
അല്ലേ? എങ്ങനെയാണ് സാധാരണ മെട്രിക്സ് എടുക്കുന്ന പോലെ എടുക്കുക. എന്ത് A11 A12 A21 A22 എന്നുള്ള മെട്രിക്സ് എടുക്കുക. അഡീഷൻ പറയണ പോലെയൊക്കെ കാണിക്കുക. 8 കണ്ടീഷൻസ് കാണിക്കുക. അല്ലേ? ആൾറെഡി അറിയാം 2x2 മെട്രിക്സുകളുടെ ഗ്രൂപ്പ് അണ്ടർ അഡീഷൻ പ്രകാരം അബീലിയൻ ഗ്രൂപ്പാണെന്ന് അറിയാം. സ്കാലാർ മൾട്ടിപ്ലിക്കേഷനും കുഴപ്പമൊന്നും ഉണ്ടാവില്ല. ക്ലോസ് പ്രോപ്പർട്ടി എല്ലാം ഹോൾഡ് ചെയ്യും. ചെക്ക് ചെയ്ത് എഴുതുമ്പോൾ പക്ഷേ പരീക്ഷയ്ക്ക് ചോദിക്കുമ്പോൾ 8 കണ്ടീഷൻ നമ്മൾ എക്സാമ്പിളുകളിൽ ചെയ്ത് അതേപോലെ തന്നെ എക്സ്പ്ലെയിൻ ചെയ്ത് കാണിക്കണം. ജസ്റ്റ് 2 ലൈനിൽ പറഞ്ഞിട്ട് കാര്യമില്ല. കാരണം പരീക്ഷയ്ക്ക് 5 മാർക്കിന് അല്ലെങ്കിൽ 3 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആയിട്ടായിരിക്കും വരുന്നുണ്ടാവുക. സോ അതുപോലെ തന്നെ അത് ആൻസർ ചെയ്തേ പറ്റുള്ളൂ. ഓക്കെ, ഇതിനകത്തുള്ള ബാക്കിയുള്ള ക്വസ്റ്റ്യൻസ് ഓടിച്ച് നോക്കുക. വലിയ ബുദ്ധിമുട്ടുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ടാവില്ല. ഇവിടെ 2-3 ക്വസ്റ്റ്യൻ മാത്രം സ്പെസിഫൈ ചെയ്ത് പറയണു. Q over R is a vector space. ഓക്കെ, Q over R ആണ് ചോദിച്ചിട്ടുള്ളത്. Q over R വെക്ടർ സ്പേസ് ആണെന്ന് ചോദിച്ചിട്ടുള്ളത്. എന്താ അതിൻ്റെ അർത്ഥം? ഉത്തരം Q over R വെക്ടർ സ്പേസ് ആവണമെങ്കിൽ എന്താണ്? Q പ്ലസ് അണ്ടർ അഡീഷൻ അബീലിയൻ ഗ്രൂപ്പാണ്. വ്യത്യാസം കുഴപ്പങ്ങളൊന്നുമില്ല. പക്ഷേ സ്കാലാർ മൾട്ടിപ്പിൾ ചെയ്യുമ്പോൾ എന്താ ഉണ്ടാവുക? ക്യൂബിലെ എലമെൻറ്റിനെ ആരെ വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുക? ആറിൻ്റെ എലമെൻറ്റ് വെച്ച് മൾട്ടിപ്ലൈ ചെയ്തിട്ട് വീണ്ടും എവിടേക്ക് തന്നെ ഉണ്ടാവണത്? ക്യൂവിൻ്റെ അകത്തേക്ക് തന്നെ പോകണം. അല്ലേ? അത് സംഭവിക്കുമോ നോക്കുക. ആറിനകത്തുള്ള എലമെൻറ്റ്സ് ആണ് പൈ ഇ എന്നൊക്കെ പറയുന്ന എലമെൻറ്റ്സ്. ക്യൂവിനകത്തുള്ള എലമെൻ്റ് ആണ് 1 എന്ന് പറയുന്നത്. 1 ഇൻറ്റു പൈ ചെയ്യണപ്പോൾ എന്താ കിട്ടുക? ഓട്ടോമാറ്റിക്കലി പൈ ആണ് കിട്ടുക. പൈ എന്ന് പറഞ്ഞ എലമെൻറ്റ് എവിടെ ഇല്ല? ക്യൂവിനകത്തില്ല. ദാറ്റ് മീൻസ് എന്താവില്ല? Q over R ഒരു വെക്ടർ സ്പേസ് ആവില്ല. ഓക്കെ, എന്താണ് പറഞ്ഞിട്ടുള്ളത്? Q over R വെക്ടർ സ്പേസ് ആവുകയാണെന്ന് ചോദിച്ചത്. എന്താ ഉത്തരം? ക്യൂവിലെ എലമെൻറ്റ്സിനെ റിയൽ നമ്പേഴ്സ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ എന്തുണ്ടാവില്ല? വീണ്ടും ക്യൂവിനകത്ത് തന്നെ അത് ഒതുങ്ങി നിൽക്കില്ല. ദാറ്റ് മീൻസ് എന്ത് ഫോം ചെയ്യില്ല? Q over R ഒരു വെക്ടർ സ്പേസ് ഫോം ചെയ്യില്ല. സിമിലർലി R over C വെക്ടർ സ്പേസ് ആവുന്നതിനെ നോക്കുക. ഓവർ എടുക്കുമ്പോൾ ഫീൽഡ് എടുക്കുന്നത് ഇതാണ് നമ്മുടെ എഫ്, ഇതാണ് നമ്മുടെ വി എടുക്കുന്നത്. അല്ലേ? നേരത്തെ പറഞ്ഞ അതേപോലെ തന്നെ റിയൽ നമ്പേഴ്സ് നമ്മൾ എന്ത് ചെയ്യുക? റിയൽ നമ്പേഴ്സ് അണ്ടർ അഡീഷൻ അബീലിയൻ ഗ്രൂപ്പാണ്. സോ ആദ്യത്തെ എല്ലാ കണ്ടീഷൻസ് ഹോൾഡ് ചെയ്യുന്നുണ്ട്. പക്ഷേ സ്കലാർ മൾട്ടിപ്ലിക്കേഷൻ ഉണ്ട്. അല്ലേ? റിയൽ നമ്പേഴ്സിനെ നമ്മൾ എന്തുകൊണ്ടാണ് മൾട്ടിപ്ലൈ ചെയ്യുക? കോംപ്ലക്സ് നമ്പർ കൊണ്ടാണ് മൾട്ടിപ്ലൈ ചെയ്യുക. അല്ലേ? റിയൽ നമ്പേഴ്സിനെ കോംപ്ലക്സ് നമ്പർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ വീണ്ടും കിട്ടാൻ പോകുന്നത് ഒരു കോംപ്ലക്സ് നമ്പറാണ്. അല്ലേ? ഇപ്പോൾ 1 ഇൻറ്റു ഐ ചെയ്യണു. 1 ഇൻറ്റു ഐ എന്താ വരിക? ഐ ആണ് വരിക. പക്ഷേ ഐ എന്ന് പറഞ്ഞ എലമെൻറ്റ് എവിടെ ഇല്ല? നമ്മുടെ ആറിനകത്ത് ഇല്ല. അതുകൊണ്ട് R over C എന്താവില്ല? വെക്ടർ സ്പേസ് ആവില്ല. ഓക്കെ, അടുത്ത പറയാൻ പോണത് വാട്ട് ഈസ് എ ലീനിയർ കോമ്പിനേഷൻ ആൻഡ് ലീനിയർ സ്പാൻ. ഓക്കെ, സോ ഇവിടെ വാക്കുകൾക്ക് അർത്ഥമുണ്ട്. എന്താണെന്നുള്ളത് കറക്റ്റ് നമുക്ക് മനസ്സിലാക്കണം. കോമ്പിനേഷൻ എടുക്കുക, സ്പാൻ എടുക്കുക എന്നൊക്കെ പറഞ്ഞാൽ എന്താണെന്നുള്ളതാണ് ഇവിടെ പറയാൻ പോകുന്നത്. ലെറ്റ് V be a vector space over a field F and let S be a non-empty subset of V and let U1, U2, U3 etc. Un element of S. Then the vector alpha1 U1 plus alpha2 U2 plus etc. alpha n Un for some scalars alpha1, alpha2 etc. alpha n is called a linear combination of vectors in S. അപ്പോൾ എന്താ ചെയ്തിട്ടുള്ളത്? നമ്മുടെ കയ്യിൽ കുറച്ച് വെക്ടേഴ്സ് തന്നിട്ടുണ്ട്. അല്ലേ? U1, U2, U3 എക്സെട്ര UN എന്ന് പറഞ്ഞ വെക്ടേഴ്സ് തന്നിട്ടുണ്ട്. ആ വെക്ടേഴ്സിൻ്റെ ലീനിയർ കോമ്പിനേഷൻ എടുക്കുക എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത് ഇങ്ങനെ അതിനെ സ്കാലേഴ്സ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. ആ മൾട്ടിപ്ലൈ ചെയ്തിട്ടുണ്ടതിൻ്റെ അഡീഷൻ എടുക്കുക. അങ്ങനത്തെ എല്ലാ പോസിബിലിറ്റി എടുക്കുക. ദറ്റ് ഈസ് alpha1 U1 പ്ലസ് alpha2 U2 പ്ലസ് alpha n UN എടുക്കുമ്പോൾ നമ്മുടെ alpha1, alpha2 എക്സെട്ര alpha n വരെയുള്ള ആൾക്കാർ ഫീൽഡിനകത്തുള്ള ഏത് സ്കാലാർ വേണേൽ നമുക്ക് എന്ത് ചെയ്യാം? ചൂസ് ചെയ്യാം. ഓക്കെ, അങ്ങനെയാണ്. അപ്പോൾ ലീനിയർ കോമ്പിനേഷൻ എടുക്കുക എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത്. ലീനിയർ എന്ന് പറഞ്ഞാൽ തന്നെ ആലോചിക്കുക, വൺ വേരിയബിൾ പോലെ നിൽക്കുന്ന രീതിയിലാണ് ഉള്ളത്. അതായത് സ്ക്വയർ വരില്ല ഇവിടെ ഒന്നും. ആൽഫ സ്ക്വയർ U1 സ്ക്വയർ അങ്ങനെയൊന്നും വരാൻ പോകുന്നില്ല. ആൽഫ സ്ക്വയർ ഇൻറ്റു U1 ഗുണിക്കാം, കുഴപ്പമില്ല. ഇങ്ങനെയുള്ള കോമ്പിനേഷൻസ് എടുക്കുകയാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. U1, U2, U3 എക്സെട്ര UN എന്ന് പറഞ്ഞ വെക്ടേഴ്സ് ഉണ്ട്. ആ വെക്ടേഴ്സിനെ മാക്സിമം എല്ലാ ടൈപ്പ് കോമ്പിനേഷൻസും alpha1 U1 പ്ലസ് alpha2 U2 പ്ലസ് alpha n UN എന്നുള്ള രീതിയിൽ എടുക്കുക. ഒരു ആൽഫ ഐസ് എവിടെ നിന്ന് എടുക്കുക? C എന്ന് എടുക്കുന്നതാണ് നമ്മൾ എന്ത് വിളിക്കുക? കോമ്പിനേഷൻ എന്ന് വിളിക്കാൻ പോകുന്നത്. ലീനിയർ കോമ്പിനേഷൻ ഓഫ് വെക്ടേഴ്സ് ഇൻ S. If the scalars alpha1, alpha2 etc. alpha n are zeros, then the linear combination is called trivial linear combination. അത് എല്ലാ ആൽഫ ഐസും 0 ആണെങ്കിൽ എന്ത് കോമ്പിനേഷൻ? അത് ട്രിവിയൽ ലീനിയർ കോമ്പിനേഷൻ എന്ന് വിളിക്കും. If at least one alpha is not 0, then it is called a non-trivial linear combination. എന്താ ഇവിടെ പറഞ്ഞിട്ടുള്ളത്? alpha1 U1 ഈ എഴുതുമ്പോൾ
ആൽഫ 1 u1 ആൽഫ 2 u0 ഇങ്ങനെ എഴുതിയപ്പോൾ ആൽഫ 1 u1 ആൽഫ 2 un എക്സെട്ര ആൽഫ n un എഴുതിയിട്ടുള്ള എല്ലാ ആൽഫ ഐസും ഈക്വൽ ടു 0 ഫോർ എവരി ഐ ആണെങ്കിൽ എന്ത് വിളിക്കും അതിനെ ആ കോമ്പിനേഷൻ വിളിക്കുന്ന പേരാണെന്ത്? ട്രിവിയൽ ലീനിയർ കോമ്പിനേഷൻ. ഓക്കെ, അങ്ങനെ അല്ലാത്ത കേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതെങ്കിലും ഒരു ആൽഫ ഐ നോൺ സീറോ ആയിട്ട് വരിക, അതിനെ വിളിക്കുന്ന പേരാണ് നോൺ ട്രിവിയൽ ലീനിയർ കോമ്പിനേഷൻ. ഇതിൻ്റെ ആവശ്യം എന്ന് പറഞ്ഞാൽ തൊട്ടടുത്ത സാധനം ഡിഫൈൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. വാട്ട് ഈസ് എ ലീനിയർലി ഇൻഡിപെൻഡൻസും കാര്യങ്ങളൊക്കെ പറയാൻ വേണ്ടിയിട്ടാണ് ഇതിൻ്റെ ആവശ്യം വരിക. ഓക്കെ ഓക്കെ ലെറ്റ് S be a non-empty subset of vector space V, then the set of all vectors which are linear combinations of vectors in S is called linear span of S. എന്താണ് പറഞ്ഞിട്ടുള്ളത്? എസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു നോൺ എംപ്റ്റി സബ്സെറ്റ് ഓഫ് വെക്ടർ സ്പേസ് ആണ്. സെറ്റ് ഓഫ് ഓൾ വെക്ടേഴ്സ് വിച്ച് ആർ ലീനിയർ കോമ്പിനേഷൻസ്, അതായത് ലീനിയർ കോമ്പിനേഷൻ ആയിട്ടുള്ള എല്ലാ ആൾക്കാരുടെയും കൂടിയുള്ള കളക്ഷൻ എടുക്കുകയാണ്. ആ കളക്ഷനെ വിളിക്കുന്ന പേരാണ് എന്ത്? ലീനിയർ സ്പാൻ ഓഫ് എസ് ആൻഡ് ഡിനോട്ടഡ് ബൈ സ്പാൻ എസ്. ദാറ്റ് ഈസ് എസ് ഈക്വൽ ടു u1 u2 എക്സെട്ര un. സ്പാൻ എസ് ഈക്വൽ ടു, അതായത് എല്ലാ ടൈപ്പ് ലീനിയർ കോമ്പിനേഷൻസും കൺസിഡർ ചെയ്യുന്ന സെറ്റിനെ വിളിക്കുന്ന പേരാണ് നമ്മുടെ ലീനിയർ സ്പാൻ ഓഫ് എസ്. ഓക്കെ, അടുത്ത ആദ്യം തന്നെ പറയാൻ പോകുന്നത് ഈ സ്പാൻ സെറ്റ് എന്തൊരു സബ്സ്പേസ് ആവുന്നതാണ് ഫസ്റ്റ് തന്നെ പ്രൂവ് ചെയ്യാൻ പോകുന്നത്. ലെറ്റ് എസ് ബി എ നോൺ എംപ്റ്റി സബ്സെറ്റ് ഓഫ് വെക്ടർ സ്പേസ് വി, ദെൻ ദ സ്പാൻ ഓഫ് എസ്, ദ സ്പാൻ എസ് ഈസ് എ സബ്സ്പേസ് ഓഫ് വി. ഓക്കെ, അത് കാണിക്കാൻ എന്തൊക്കെയാണ് ചെയ്യേണ്ടത്? നമുക്ക് അടുത്ത സബ്സ്പേസിൻ്റെ കണ്ടീഷൻസ് ഒക്കെ ഹോൾഡ് ചെയ്യണ്ടോ നോക്കുക. അതായത് രണ്ട് എലമെൻറ്റ്സ് സ്പാനിൽ നിന്ന് എടുത്തു കഴിഞ്ഞാൽ വീണ്ടും സം ചെയ്യുമ്പോൾ തന്നെ കിട്ടണം ആ സ്പാന് തന്നെ വരുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളത് നോക്കുക, അല്ലേ? അതുപോലെ തന്നെ സീറോ ഉണ്ടോ എന്നുള്ളത് നോക്കുക. സ്കാലാർ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ അവിടെ തന്നെ വരുന്നുണ്ടോ എന്നുള്ളത് നോക്കുക, അല്ലേ? സ്പാൻ എസ് ഈക്വൽ ടു എന്താ? സ്പാൻ എസ് ഈക്വൽ ഡെഫിനിഷൻ പ്രകാരം ആൽഫ u1 u1 ആൽഫ 2 എക്സെട്ര ആൽഫ n un ആണ്. വെർ ua u1 u2 u3 എക്സെട്ര un ബിലോങ്സ് ടു എസ് ആണ്. ആൽഫ 1 ആൽഫ 2 എക്സെട്ര ആൽഫ n ആർ സ്കാലേഴ്സ് ആണ്, അല്ലേ? ക്ലിയർലി u1 u2 un ബിലോങ്സ് ടു എസ് കണ്ടെയ്ൻഡ് ഇൻ വി. സിൻസ് വി ഇസ് എ വെക്ടർ സ്പേസ്, കോമ്പിനേഷൻ എടുത്താൽ എവിടെ തന്നെ ഉണ്ടാവും? വിയിൽ തന്നെ ഉണ്ടാവും. ഹെൻസ് സ്പാൻ എസ് ഈസ് എ നോൺ എംപ്റ്റി സബ്സെറ്റ് ഓഫ് വി, അല്ലേ? ഓക്കെ, സ്പാൻ നോൺ എംപ്റ്റി ആണെന്നുള്ളത് ഉറപ്പായി. കാരണം എങ്ങനെയായിരുന്നു സ്പാൻ ചെയ്യാൻ പറ്റും? എല്ലാ ആൾക്കാരുടെയും സം എടുത്ത് കഴിഞ്ഞാൽ വീണ്ടും വിയിൽ എലമെൻറ്റ്സ് ഉണ്ടാവും. അങ്ങനെയുള്ള എലമെൻറ്റ്സിൻ്റെ കളക്ഷനാണ് ഇവിടെ വരാൻ പോകുന്നത്. നമ്മുടെ വിനകത്ത് നമ്മൾ ഇവിടെയുള്ള എസിനകത്ത് നമ്മൾ കൺസിഡർ ചെയ്യാൻ പോകുന്നത്, സ്പാൻ എസിനകത്ത് കൺസിഡർ ചെയ്യാൻ പോകുന്നത്. സോ സ്പാൻ എസ് എന്തായി മാറി? ഓട്ടോമാറ്റിക്കലി സ്പാൻ എസ് ഒരു നോൺ എംപ്റ്റി സെറ്റ് ആയിട്ടുണ്ട്, അല്ലേ? ഇനി നമ്മൾ എടുക്കുകയാണ് ഫോർ എനി യു കോമ ബി എലമെന്റ് സ്പാനസ് എന്ന് വെച്ചാൽ എങ്ങനെ എടുക്കണം? സ്പാൻ എന്നൊരു എലമെന്റ് എടുക്കുകയാണ്. സ്പാനിലെ എലമെന്റ് എങ്ങനെ ഇരിക്കുക? സ്പാനിലെ എലമെന്റ് u1 u2 എക്സെട്ര un കോമ്പിനേഷൻ ആയിട്ടാണ് ഇരിക്കുക, അല്ലേ? ദാറ്റ് ഈസ് u ഈക്വൽ ടു ആൽഫ 1 u1 പ്ലസ് ആൽഫ 2 u2 പ്ലസ് എക്സെട്ര ആൽഫ n un ഫോർ സം വെക്ടേഴ്സ് u1 u2 u3 un എലമെന്റ് ഓഫ് എസ്. ആൻഡ് സ്കാലേഴ്സ് v ഈക്വൽ ടു സം ബീറ്റ v1 പ്ലസ് ബീറ്റ 2 v2 എക്സെട്ര ബീറ്റ m v1. സം എടുക്കുമ്പോൾ എന്താവുക? ഇതിനകത്തുള്ള എടുത്തിട്ടുള്ള u1 ഉം b1 ഉം സെപ്പറേറ്റ് ആക്കി മാറ്റുന്ന രീതിയിൽ ഒരുമിച്ചാക്കി മാറ്റി എഴുതുക ഇതിനെ. അപ്പോൾ u പ്ലസ് വി എന്ന് പറഞ്ഞാൽ എന്തായി മാറും? ഓട്ടോമാറ്റിക്കലി u പ്ലസ് വി എടുക്കുമ്പോൾ വീണ്ടും രണ്ടാൾക്കാരുടെ സമ്മാണ്, അത്രേ ഉള്ളൂ. അപ്പോഴും പക്ഷെ എന്താ, ഈ u1 ഉം b1 ഉം ഒക്കെ എവിടെയുള്ള എലമെൻറ്റ്സാ? ഈ നോക്കുക, ഇവിടെയുള്ള പ്രത്യേകത നോക്കുക. ഇവിടെ എടുത്തിട്ടുള്ള u1 u2 എക്സെട്ര un എന്ന് പറഞ്ഞ എലമെൻറ്റ്സ് എവിടെയുള്ളതാ? സ്പാനിലുള്ളതാണ്. v1 v2 v3 എക്സെട്ര vm പറഞ്ഞ എലമെൻറ്റ് എവിടെയുള്ളതാണ്? നമ്മുടെ സ്പാനിലുള്ള, അതിൽ എസ്സിലുള്ള എലമെൻറ്റ്സ് ആണ് v1 v2 എക്സെട്ര v എന്ന് പറയുന്നതും. അപ്പോൾ സം എടുക്കുമ്പോൾ എന്താ ഉണ്ടാവാൻ പോകുന്നത്? ഈ എലമെൻറ്റ്സ്, അല്ലേ? നമ്മുടെ ലീനിയർ സ്പാൻ ആണ് ഒരു എലമെൻറ്റ്, അടുത്തത് ഒരു ലീനിയർ സ്പാൻ ആണ്. വീണ്ടും സം എടുക്കുമ്പോൾ ഈ സ്പാൻ എന്തിൻ്റെ ആവുന്നു മാത്രം? u1 u2 u3 എക്സെട്ര un കോമ v1 v2 v3 എക്സെട്ര vmൻ്റെ സ്പാൻ ആണെന്ന് മാത്രമേ വ്യത്യാസമുള്ളൂ. അതായത് ദാറ്റ് മീൻസ് വീണ്ടും എവിടെ തന്നെ ഉള്ളത്? അത് സ്പാനിൽ തന്നെ വരുന്നൊരു എലമെൻ്റ് ആണ്, അല്ലേ? ഇനി ആൽഫ ഇൻറ്റു യു ചെയ്യുമ്പോൾ എന്താവുക? ആൽഫ ഇൻറ്റു യു ചെയ്യുമ്പോഴും സെയിം ടൈപ്പ് സ്കാലാർ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ആര് മാത്രം മാറും? ഫസ്റ്റ് സ്കാലർ ആൽഫയ്ക്ക് വരാം ആൽഫ ആൽഫ 1 ആയി, സെക്കൻഡ് സ്കാലർ ആൽഫ ആൽഫ 2 ആയി, എക്സെട്ര. അത്രേ വ്യത്യാസമുള്ളൂ. ദാറ്റ് മീൻസ് എവിടെ തന്നെ ഉണ്ടാവും? അത് നമ്മുടെ സ്പാനിൽ തന്നെ ഉണ്ടാവും. ദാറ്റ് മീൻസ് സ്പാനിലെ എലമെൻറ്റ്സ് എന്ത് ഫോം ചെയ്യും? അതൊരു സബ്സ്പേസ് ആവും. ഓക്കെ, ഇവിടെ എന്താ ഇങ്ങനെ എഴുതിക്കണേ എന്നുള്ളത് ശ്രദ്ധിക്കുക. ഒരു കാര്യം, ഇവിടെ എടുത്തിട്ടുള്ളതിൽ ആൽഫ 1 ആൽഫ 2 എക്സെട്ര ആൽഫ m യു എടുത്തിട്ടുണ്ട്. ഇവിടെ v1 v2 എക്സെട്ര vm എടുത്തിട്ടുണ്ട്. അപ്പോൾ എന്തുകൊണ്ട് യു ഉപയോഗിച്ചിട്ടില്ല എന്നുള്ളത് കൺഫ്യൂഷൻ വേണ്ട. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വിനകത്തുള്ള എലമെൻറ്റ്സിൻ്റെ സ്പാൻ മാത്രമാണ് എന്ത്? ഏത് എലമെൻറ്റും യു കോമ വി ബിലോങ്സ് ടു സ്പാൻ എന്ന് പറഞ്ഞാൽ അർത്ഥം. അപ്പോൾ അതിലെടുക്കുന്ന വെക്ടേഴ്സ്, സ്പാൻ ചെയ്യാൻ എടുക്കുന്ന വെക്ടേഴ്സ് എന്ന് വെച്ചാൽ ലീനിയർ കോമ്പിനേഷൻ എടുക്കുന്ന u1 u2 എക്സെട്ര un തന്നെ എടുക്കണം നിർബന്ധമില്ല. ഓക്കെ, എസ്സിലെ എലമെൻറ്റ്സ് എടുത്താൽ മാത്രം മതി. അതുകൊണ്ടാണ് വേറെ ആയിട്ടുള്ള v1 v2 എക്സെട്ര vm എന്ന് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, അങ്ങനെയുള്ള രണ്ടാൾക്കാരുടെ കോമ്പിനേഷൻ എടുത്താൽ വീണ്ടും എസ്സിലെ എലമെൻറ്റ്സിൻ്റെ തന്നെ ലീനിയർ കോമ്പിനേഷൻ ആയിട്ട് തന്നെയാണ് മാറണം എന്നുള്ളതാണ്
U+Vയിൽ കാണിച്ചിട്ടുള്ളത്. ഓക്കെ, അടുത്തെന്താ? S be a non-empty subset of vector space V, then the generated by S equal to span S. എന്താ നമ്മൾ ഈ ജനറേറ്റഡ് ബൈ എസ് എന്ന് പറഞ്ഞാൽ ആൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നത്? ഈ പറഞ്ഞിട്ടുണ്ടായിരുന്ന ആരാ? അതെന്ന് പറഞ്ഞാൽ ദ സ്മോളസ്റ്റ് സബ്സ്പേസ് കണ്ടെയ്നിങ് എസ് ആയിരുന്നു അല്ലേ? അപ്പോൾ നമുക്ക് കാണിക്കേണ്ട ഇവിടെ എന്താ? നമ്മൾ തൊട്ട് മുമ്പ് പ്രൂവ് ചെയ്തു, സ്പാൻ ചെയ്താലും സ്പാൻ എസ് ഒരു സബ്സെറ്റ് ആണ്. സ്പാൻ എസ് എന്ത് ഫോം ചെയ്യും? സബ്സ്പേസ് ആവും. ജനറേറ്റഡ് ബൈ എസും എന്താണെന്നുള്ളത് ഒരു സബ്സ്പേസ് ആണെന്നുള്ളത് നമുക്കറിയണം, കാണിക്കണം. അതുപോലെ തന്നെ സബ്സ്പേസ് ആണ് ഓൾറെഡി, കാരണം സബ്സ്പേസ് എന്താ? ഇന്റർസെക്ഷൻ ഓഫ് ഓൾ ദി സബ്സ്പേസസ് കണ്ടെയ്നിങ് എസ് ആണ്. ഇവിടെ എന്ത് കാണിക്കണം? രണ്ടും ഈക്വൽ ആണെന്ന് കാണിക്കണം. ഒരു എ ഈക്വൽ ടു ബി എന്ന് പറഞ്ഞ സെറ്റ് എങ്ങനെയാണ് കാണിക്കുക? എ കണ്ടെയ്ൻഡ് ഓർ ഈക്വൽ ടു ബി ആൻഡ് ബി കണ്ടെയ്ൻഡ് ഓർ ഈക്വൽ ടു എ എന്ന് കാണിച്ചാൽ മതി. ഒരു കാര്യം വളരെ ക്ലിയർ ആണ്, വൺ സൈഡ് ക്ലിയർ ആണ്. എന്താ? സ്പാൻ എസ് ആൾറെഡി എവിടെ കണ്ടെയ്ൻഡ് ആണ്? ഗ്രൂപ്പ് ജനറേറ്റഡ് ബൈ എസ്സിൽ. ഈ ഗ്രൂപ്പ് ജനറേറ്റഡ് ബൈ എസ് ഓട്ടോമാറ്റിക്കലി കണ്ടെയ്ൻഡ് ഇൻ സ്പാൻ എസ് ആയിരിക്കും. കാരണം എന്താ? ഈ സ്പാനസിനകത്തും ആരുണ്ട്? എസ് ഉണ്ട്. ഇതിനകത്തും ഇതിൻ്റെ ഡെഫിനിഷൻ എന്താ? എസിനെ കണ്ടെയ്ൻ ചെയ്യുന്ന സ്മോളസ്റ്റ് സബ്സ്പേസ് ആണ് ജനറേറ്റഡ് ബൈ ഇതെന്ന് പറയുന്നത്. ദാറ്റ് മീൻസ് സ്പാനസ് സബ്സ്പേസ് ആകുമ്പോൾ ഇതെന്തായാലും ഉറപ്പായും ഇതിനെ കണ്ടെയ്ൻ ചെയ്യും. ഓക്കെ, ഫോർ എവറി എക്സ് എലമെന്റ് ഓഫ് എസ് വി ഹാവ് x equal to 1f into x 1f into f spanus and therefore s is contained in spanus. അല്ലേ? എന്താ അങ്ങനെ പറഞ്ഞിട്ടുള്ളത്? എസ്സിലെ നമ്മൾ സ്പാൻ ചെയ്യുമ്പോൾ എന്താ ചെയ്യുക? ലീനിയർ കോമ്പിനേഷൻ എടുക്കുകയാണ് ചെയ്യുക. ആ ലീനിയർ കോമ്പിനേഷൻ എടുക്കുമ്പോൾ സ്കാലാർ എങ്ങനെ എടുക്കാം? സ്കാലാർ 1 ഉണ്ട് അല്ലേ? അപ്പോൾ 1 into x എടുത്തു കഴിഞ്ഞാൽ എന്ത് കിട്ടും? ഓട്ടോമാറ്റിക്കലി x തന്നെ കിട്ടുമെന്ന് അറിയാം. ഇങ്ങനെ എടുത്തു കഴിഞ്ഞാൽ അപ്പം അതിൻ്റെ അർത്ഥം എന്താ? എസ്സിനകത്തുള്ള എല്ലാ എലമെൻസും എവിടെ ഉണ്ടാവും? സ്പാനിൽ ഉണ്ടാവും. ദാറ്റ് മീൻസ് എസ് ഈസ് കണ്ടെയ്ൻഡ് ഓർ ഈക്വൽ ടു സ്പാൻ. എസ് കണ്ടെയ്ൻഡ് ഓർ ഈക്വൽ ടു സ്പാൻ ആയതുകൊണ്ട് എന്ത് പറയാൻ പറ്റും? ദ സബ്സ്പേസ് ജനറേറ്റഡ് ബൈ എസ് എന്ന് പറഞ്ഞാൽ സ്മോളസ്റ്റ് ആളായതുകൊണ്ട് അയാൾ എവിടെ കണ്ടെയ്ൻഡ് ആയിരിക്കും? സ്പാൻ എസ്സിൽ കണ്ടെയ്ൻഡ് ആയിരിക്കും. കാരണം സ്പാൻ എസ് ഒരു സബ്സ്പേസ് ആണെന്നുള്ളത് തൊട്ട് മുമ്പ് പ്രൂവ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, സോ ദ സബ്സ്പേസ് ജനറേറ്റഡ് ബൈ എസ് കണ്ടെയ്ൻഡ് ഇൻ സ്പാൻ എസ്. ഇനി തിരിച്ച് കാണിക്കണം അല്ലേ? സ്പാനിലെ ഒരു എലമെൻറ്റ് അപ്പുറത്തുണ്ടെന്ന് കാണിക്കണം. ചൂസ് എനി വി എലമെൻറ്റ് ഓഫ് സ്പാൻ എസ് എടുത്തു. സ്പാൻ എസ്സിലെ എലമെൻറ്റ് എടുത്ത് എങ്ങനെ ഇരിക്കും? ലീനിയർ കോമ്പിനേഷൻ ആയിട്ട് എക്സ്പ്രസ് ചെയ്യാൻ പറ്റും അല്ലേ? u1 u2 etc. un element of s and alpha 1 alpha 2 etc. alpha n such that v equal to alpha 1 u1 plus alpha 2 u2 etc. alpha n un ആയിട്ട് എഴുതാൻ പറ്റും. Then since the group generated by s is subspace containing s, u1 u2 etc. un also belongs to the group generated by s. Group അല്ലാത്ത subspace generated by s. Hence എങ്ങനെ എഴുതാൻ പറ്റും? v equal to എങ്ങനെ എഴുതാൻ പറ്റും? alpha 1 u1 plus alpha 2 etc. plus alpha n will belongs to. എന്താ പറയാനുള്ള കാരണം ശ്രദ്ധിക്കുക. അതായത് u1 u2 എക്സെട്ര un എന്ന് പറയുന്നത് എസ്സിലുള്ള എലമെന്റ്സ് ആണ്. ആൽഫ 1 ആൽഫ 2 എക്സെട്ര ആൽഫ n എവിടെയുള്ള സ്കാലേഴ്സ് ആണ്. v ഈക്വൽ ടു ഇങ്ങനെ എഴുതാൻ പറ്റും. ദ സബ്സ്പേസ് ജനറേറ്റഡ് ബൈ എസ് ഇസ് കണ്ടെയ്നിങ് എന്താ? u1 u2 എക്സെട്ര un എന്ന് പറയുന്നത് ഓട്ടോമാറ്റിക്കലി എവിടെയുണ്ട്? എസിന്റെ എന്തിലുണ്ടെന്നാണ് പറഞ്ഞിട്ടുള്ളത്? ഇവരെല്ലാവരും എസിനെ കണ്ടെയ്ൻ ചെയ്യുന്ന ഇതിനകത്തുള്ള എലമെന്റ്സ് ആണ് എടുത്തിട്ടുള്ളത്. എന്തുകൊണ്ടാ? u1 u2 എക്സെട്ര un എന്ന് പറയുന്നത് എസ്സിലുള്ളതാണ്. എസ്സിനെ കണ്ടെയ്ൻ ചെയ്യുന്ന സ്മോളസ്റ്റ് സബ് ഗ്രൂപ്പാണ് ആര്? ഈ നമ്മുടെ ഗ്രൂപ്പ് സബ്സ്പേസ് ജനറേറ്റഡ് ബൈ എസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. സോ u1 എസ്സിലുണ്ടെങ്കിൽ ഈ u1 എസ്സിലുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കലി u1 u2 എക്സെട്ര un എവിടെ ഉണ്ടാവും? ദ സബ്സ്പേസ് ജനറേറ്റഡ് ബൈ എസ്സിലുണ്ടാവും അല്ലേ? അപ്പോൾ അവരുടെ സ്പാൻ എടുത്താൽ എവിടെ ഉണ്ടാവും? സബ്സ്പേസ് ആയതുകൊണ്ട് വീണ്ടും അവരുടെ ലീനിയർ കോമ്പിനേഷൻ എടുത്താൽ എവിടെ തന്നെ ഉണ്ടാവണം? എസ് തന്നെ ഉണ്ടാവണം അല്ലേ? ദാറ്റ് മീൻസ് വി ബിലോങ്സ് ടു എവിടെ ഉണ്ടാവും? അപ്പോൾ സ്പാൻ എസ്സിൽ ഉണ്ടാവും അല്ലേ? അപ്പോൾ എന്താ കിട്ടിയ? വി ബിലോങ്സ് ടു സ്പാൻ എസ് ഇംപ്ലൈസ് വി ബിലോങ്സ് ടു എവിടെയാ? ഗ്രൂപ്പ് ജനറേറ്റഡ് ബൈ ദ സബ്സ്പേസ് ജനറേറ്റഡ് ബൈ എസ്. ഓക്കെ, എന്താ ചെയ്തിരിക്കണേ ശ്രദ്ധിക്കുക ഒന്നുകൂടി. u1 u2 എക്സെട്ര un എന്ന് പറയുന്നത് എസ് എന്ന് എടുത്തു അല്ലേ? ഇനി വി ഈക്വൽ ടു എന്താ? ലീനിയർ കോമ്പിനേഷൻ ആണ് അല്ലേ? പക്ഷേ u1 u2 എക്സെട്ര un എസ്സിലുണ്ടെങ്കിൽ ഉറപ്പായിട്ട് എവിടെ ഉണ്ടാവും? ദ സബ്സ്പേസ് ജനറേറ്റഡ് ബൈ എസ്സിലുണ്ടാവും അല്ലേ? സബ്സ്പേസിൻ്റെ പ്രത്യേകത എന്താ? സബ്സ്പേസിനകത്തുള്ള എലമെൻസിൻ്റെ സ്കാലാർ മൾട്ടിപ്ലൈ ചെയ്തിട്ട് ആഡ് ചെയ്താലും വീണ്ടും എവിടെ തന്നെ ഉണ്ടാവും? സബ്സ്പേസ് തന്നെ ഉണ്ടാവും. ദാറ്റ് മീൻസ് എവിടെ ഉണ്ടാവും? വി എവിടെ തന്നെ ഉണ്ടാവും? നമ്മുടെ സബ്സ്പേസ് ജനറേറ്റഡ് ബൈ എസ്സിലുണ്ടാവും. ഓക്കെ, ദാറ്റ് മീൻസ് ഇവിടെ എന്ത് കിട്ടിയപ്പോൾ? സ്പാനസ് കണ്ടെയ്ൻഡ് ഓർ ഈക്വൽ ടു എസ് എന്ന് കിട്ടി. സോ രണ്ട് സൈഡും കാണിച്ചു നമ്മൾ. ദാറ്റ് മീൻസ് എന്ത് കിട്ടി? എന്ത് രണ്ട് സെയിം ആണ്? എസ് ഒരു നോൺ എംപ്റ്റി സബ്സെറ്റ് ഓഫ് ആർ ആണ്, അല്ലെങ്കിൽ എംപ്റ്റി സബ്സെറ്റ് ആയാലും കുഴപ്പമില്ല. അപ്പോൾ എന്തുണ്ടാവും? ഓട്ടോമാറ്റിക്കലി ഈക്വൽ ടു സ്പാനസ് ഈക്വൽ ടു എന്താ? ദ ഗ്രൂപ്പ് സബ്സ്പേസ് ജനറേറ്റഡ് ബൈ എസിനോട് ഈക്വൽ ആണെന്നുള്ളത് കിട്ടി. ഓക്കെ, ഇനി അതിൻ്റെ എക്സാമ്പിൾസ് ആണ് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.